ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് ലോജിടെക്കിൻ്റെ ഒരു കീബോർഡ് കോംബോയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ലോജിടെക്കിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ലോജിടെക് MK275 എന്ന് പറയുന്നൊരു കീബോർഡ് കോംബോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു കീബോർഡിനും മൗസിനും വരുന്നത് നമുക്ക് കീബോർഡിന് 36 മാസമാണ് ആ ഒരു ബാറ്ററി യൂസേജ് വരുന്നത്, അല്ലെങ്കിൽ ബാറ്ററിക്ക് കപ്പാസിറ്റി ഉള്ളതെന്നാണ് പറയുന്നത്. പിന്നെ മൗസിന് വരുന്നത് 18 മാസമാണ് ആ ഒരു ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. നമ്മൾ കീബോർഡിന് യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് AAAയുടെ 2 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൗസിന് യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് AAAയുടെ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൗസിൻ്റെ ആ ഒരു ബാറ്ററി ഇടുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ഡോങ്കിൾ, അതായത് ബ്ലൂടൂത്ത് ഡോങ്കിൾ സൂക്ഷിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ ഉള്ളത്, നമുക്ക് വെക്കാൻ പറ്റിയ പൊസിഷൻ. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൗസിനകത്ത് തന്നെ തിരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 10 മീറ്ററാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻ നോക്കാനൊന്നുമില്ല. അതുപോലെ നമ്മൾ കീബോർഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മൗസും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ കീബോർഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് തന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയ സമയത്ത് യാതൊരു ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതായത് കണക്ഷൻ ഡിസേബിൾ ആവുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ കീബോർഡിലും മൗസിലും എനിക്ക് മൗസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ വളരെ ചെറുതായിട്ടുള്ളൊരു മൗസാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വലിയ മൗസ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ചെറിയ മൗസ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൈക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മൗസാണ് എനിക്ക് ഈ 2 കോംബോയിൽ ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, മറിച്ച് ഓഫ്ലൈനിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1600 രൂപ വരുന്നുണ്ട്. ഓൺലൈനിലും ഈ ഒരു റേറ്റാണ് കോംബോയ്ക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഓഫറിൻ്റെ സമയത്താണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഓഫറും ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.